പാർവണ എന്തോ പറയാൻ നിന്നപ്പോഴേക്ക് ഹരി ഫോൺ കട്ട് ചെയ്തിരുന്നു. തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ്. ആകെ കൂടി വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരുന്നു പാർവണ. എന്തിനാ സാറിൻ്റെ അമ്മ എന്നെ കാണുന്നേ? അങ്ങനെയൊന്നും ആവരുതേ ദേവി. പ്രാർത്ഥിച്ച് കുഞ്ചൂസിനരികിൽ കിടന്നെങ്കിലും അല്പം പോലും ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല അവൾക്ക്. രാവിലെ എണീറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ചപ്പോൾ ഒരാശ്വാസം തോന്നി പാറുവിന്. കുഞ്ചൂസ് വെളുപ്പിന് എണീറ്റ് മേല് കുത്തിമറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. ഇത്തിരി മുമ്പ് ആ പാലും കുടിച്ച് വീണ്ടും ഉറക്കം തുടങ്ങിയത്. ഇനി ചിലപ്പോൾ പോയി കഴിഞ്ഞാവും ഉണരുക. വേഗം പുറത്തു ചെന്ന് കുപ്പിയിൽ വെച്ച പാലെടുത്ത് കൊണ്ടുവന്നു. വെള്ളം ചേർത്ത് കാച്ചി കൽക്കണ്ടവും ചേർത്ത് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു. ഇനി വേണ്ടപ്പോൾ അന്നമ്മച്ചെടുത്ത് കുപ്പിയിൽ തണുപ്പിച്ചൊഴിച്ചു കൊടുത്തോളും. വേഗം ഇഡലിക്കുള്ള മാവൊഴിച്ച് അടുപ്പത്ത് വെച്ചപ്പോൾ ജെനി എത്തിയത്. നേരാവണതല്ലേ ഉള്ളൂ, നീ നേരത്തെ എണീറ്റോ പാറു? ദാ നിനക്ക് കാപ്പി. ഒന്ന് ചിരിച്ച് കാപ്പി വാങ്ങി. ജെനി പത്രം വന്ന് നോക്കാൻ പോയി. ഹരി സാർ ഇന്നലെ വിളിച്ചത് ജെനിയോട് പറയണോ? വേഗം അവളുടെ അടുത്തേക്ക് നടന്നു. പാതിക്ക് വെച്ച് വേണ്ട എന്ന് തീരുമാനിച്ചു. എന്തിനാ വെറുതെ? സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് മതി അവളോട് പറയുന്നത്. ഒരു നോട്ടത്തിൽ പോലും തന്നോട് ഒരു പ്രത്യേക സാറിനത് ഉള്ളത് തോന്നിയിട്ടില്ല. പിന്നെ വെറുതെ ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു കൂട്ടണതാവാം. ഇന്ന് നേരത്തെ ചെന്ന് സാറിനെ കാണണം. എന്താ ഇന്നലെ പറഞ്ഞതിന്റെ പൊരുൾ എന്നറിയണം. എന്നിട്ട് പറയാം ജെനിയോട്. ഓഫീസിൽ എത്തിയതും ഓടിയത് ഹരിസാറിന്റെ കാബിനിലേക്കാണ്. അവിടെ ശൂന്യമായിരുന്നു. എന്താ കുഞ്ഞേ? രഘുവേട്ടനാണ്, പ്യൂൺ. ഒരു കാര്യം ചോദിക്കാൻ. ഹരിസാർ ഇന്ന് ലീവാണല്ലോ കുഞ്ഞേ, ഇന്നലെ പറഞ്ഞില്ലേ? ഇല്ല. ഇന്നലെ കുഞ്ഞ് പോയതിന് ശേഷമാവും എന്നാ പറഞ്ഞത്. ഇന്ന് നാട്ടിൽ നിന്ന് അമ്മ വരുമെന്നാ പറഞ്ഞത്. കേട്ടപ്പോൾ ഒരു വിറയൽ ഉടലാകെ പടർന്നു പിടിച്ചു. മെല്ലെ ഒരു ചിരി രഘുവേട്ടന് സമ്മാനിച്ച് അവിടുന്ന് വേഗം പോയി. കുറെ നേരം അതിനെപ്പറ്റി ചിന്തിച്ചു. നീ ഇതെവിടാ? ജെനി വിളിച്ചപ്പോഴാണ് ഞെട്ടി നോക്കിയത്. ഞാൻ വെറുതെ. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. ഹരി സാർ. എന്തോ ഫോൺ എടുക്കാനൊരു പേടി. നിന്റെ ഫോൺ അടിക്കുന്നത് കണ്ടില്ലേ? അത് കയ്യിൽ പിടിച്ച് സ്വപ്നം കാണുന്നു. മെല്ലെ ജെനിയെ നോക്കി പാറു ഫോൺ എടുത്തു. ഹലോ. പാറുവിന്റെ പരവേശം കണ്ടു ഒന്നും മനസ്സിലാവാതെ ജെനി അവളെ തന്നെ നോക്കിയിരുന്നു. പാർവണ, ഹരിയാണ്. ഞാൻ നമ്മുടെ ഓഫീസിന് മുന്നിലുണ്ട്. താനൊന്ന് ഇങ്ങോട്ട് വാ. എനിക്ക് കുറെ ജോലി ഉണ്ടല്ലോ സാർ. ഞാൻ അറിയാതെ എന്ത് ജോലിയാ തനിക്ക് അവിടെ? ഇനി ഉണ്ടെങ്കിൽ കൂടി ജസ്റ്റ് 5 മിനിറ്റ് അത്രേ വേണ്ടു. അത് സാർ. വേഗം വരൂ പാർവണ, ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഫോൺ കട്ടായത് പാർവണ അറിഞ്ഞു. എന്താടി, എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ജിനി, ഹരിസാറെ വിളിച്ചത്. പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ. അതെന്തിനാ അങ്ങോട്ട് ചെല്ലണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും. അത് പറയുമ്പോൾ പാർവണയുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അത് കണ്ട് ഒന്നും മനസ്സിലാവാതെ ജനിയിരുന്നു. ചെല്ലൻ പറഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കാണോ? ചെല്ല്, പോയി എന്താന്ന് ചോദിക്കേ. പാർവണ മെല്ലെ എഴുന്നേറ്റ് ജെനിയെ ഒന്ന് നോക്കി. ജെനി കൈ മുന്നിലേക്ക് ചൂണ്ടി ചെല്ല് എന്ന് പറഞ്ഞു. അവൾ നടന്നകലെന്ന് നോക്കി അവൾ ഇരുന്നു. എന്തിനായിരിക്കും ഹരിസാർ അവളോട് വരാൻ പറഞ്ഞത്? അതും തികച്ചും കോൺഫിഡൻഷ്യലായി. എന്തോ മനസ്സിൽ ചെറിയ അസ്വസ്ഥത തോന്നി ജെനിക്ക്. പാർവണ ഈ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അറിയായിരുന്നു ജെനിക്ക് ഹരിസാറിനെ. തികച്ചും മാന്യനായ അത്രയും ഫ്രണ്ട്ലിയായി പെരുമാറുന്ന സാറിനോട് ആദ്യം ബഹുമാനമായിരുന്നു. പിന്നെ സാറിൻ്റെ കഴിവുകളും അതിലൊന്നും അഹങ്കരിക്കാത്ത വ്യക്തിത്വവും കണ്ടപ്പോൾ ആരാധനയായി. പിന്നീട് എപ്പോഴും അത് പ്രണയമായി മാറുകയായിരുന്നു. എങ്കിലും ഒന്നും അറിയിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ആകാശം കാണാതെ പുസ്തകത്താളിൽ കാത്തുവെച്ച ഒരു മയിൽപ്പീലി കണക്കെ ഹൃദയത്താൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് തൻ്റെ പ്രണയമത്രയും. ഓരോ നിമിഷം കഴിയുമ്പോഴും വീര്യം കൂടുന്ന പ്രണയം. അതാണ് ഈ ജെനിഫറിന് ഹരിസാറിനോടുള്ളത്. എങ്കിലും എന്തിനായിരിക്കും പാർവണയെ വിളിപ്പിച്ചതെന്ന് അവൾക്ക് ആശങ്കയായി. മെല്ലെ കാലുകൾ പാർവണയുടെ പുറകെ ചലിച്ചു. കാർ പാർക്കിംഗ് ഏരിയയിൽ മെറ്റാലിക് ബ്ലൂ കളർ കാറിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു ഹരിസാർ. മെല്ലെ പാർവണ ഓഫീസ് മുറ്റം മുഴുവൻ അവർക്കായി തിരിയുന്നത് നോക്കി ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയായിരുന്നു. കണ്ടപ്പോൾ വിളറിയ ഒരു ചിരി തിരിച്ച് സമ്മാനിച്ച് അവൾ മെല്ലെ നടന്നെടുത്തു. വാടോ, ഒരാളെ തനിക്ക് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാ. മെല്ലെ മിഴികൾ കാറിലേക്ക് നീണ്ടിരുന്നു അവളുടെ. അമ്മയെ നോക്കൂ അമ്മല്ലേ, ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അമ്മേ ഇറങ്ങ്. ഹരി കാറിൻ്റെ ഡോർ തുറന്നപ്പോൾ മെല്ലെ ഐശ്വര്യം തുളുമ്പുന്ന ഒരു സ്ത്രീ പുറത്തിറങ്ങി. ആ അമ്മ പാർവണയുടെ നേരെ നടന്നെടുത്തു. ആ മുഖത്ത് നിറഞ്ഞു നിന്ന വാത്സല്യം നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ എന്തോ സ്വന്തം അമ്മയുടെ മുഖം ഉള്ളിൽ മിഞ്ഞുമാഞ്ഞു പാർവണയ്ക്ക്. ഹരിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് പാർവണ അങ്ങോട്ടേക്ക് നോക്കി. റിങ് ചെയ്ത ഫോണും എടുത്ത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് ഹരിസാർ കുറച്ച് ദൂരെ ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗായത്രിയുടെ കാറ് വരുന്നത് പാർവണ ശ്രദ്ധിച്ചത്. ആകെ കൂടെ ഒരു ഭയം വന്ന് മൂടിയിരുന്നു അവളെ. പാർവണയല്ലേ? ആ അമ്മയുടെ ചോദ്യത്തിന് പാർവണ മൃദുവായി ഒന്ന് മൂളി. ഹരിമാൻ വരുമ്പോഴൊക്കെ മോളെ പറ്റി പറയും. കല്യാണം എന്ന് പറയുന്നത് കേൾക്കുന്നതേ കലയായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അമ്മ വന്നൊന്ന് കാണാൻ ഇഷ്ടാവുന്നൊക്കെ. ഇഷ്ടമായിട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി മോളെ. അമ്മേ എൻ്റെ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? പാറു എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഗായത്രിയുടെ ശബ്ദം ഉയർന്നു പൊങ്ങി. ആ അമ്മയുടെ മുഖമൊന്ന് വാടി. മോളെ, ഈ സ്ഥാപനത്തിൽ എൻ്റെ മോൻ ജോലി ചെയ്യണതേ ഹരികിഷോർ. ഈ കുട്ടി ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വന്നതാ. ആ അമ്മയുടെ നിഷ്കളങ്കത നിറഞ്ഞ മറുപടി കേട്ടതും ഗായത്രി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വാട്ട് ഫണ്ണി. അപ്പോഴേക്കും ഹരി എത്തിയിരുന്നു.
ആ അമ്മ ഒന്നും മനസ്സിലാവാതെ ഗായത്രിയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ എന്താ ഉണ്ടായത് മേഡം? ഗായത്രിയുടെ നിർത്താതെയുള്ള ചിരി കണ്ട് ഹരി ചോദിച്ചു. ഒന്നുമില്ല മിസ്റ്റർ ഹരി, തൻ്റെ അമ്മയുടെ ഒരു ജോക്ക് കേട്ട് ചിരിച്ചതാ. ഓ മൈ ഗോഡ്! ഒന്നും മനസ്സിലാവാതെ ചോദ്യരൂപത്തിൽ അവൻ പാർവണയെ നോക്കി. അവൾ നിലത്ത് മിഴികളൂന്നി വിഷണ്ണയായി നിൽക്കുകയായിരുന്നു. തൻ്റെ മദർ പറയാ ഹരി പാർവണയെ പ്രപ്പോസ് ചെയ്യാൻ വന്നതാന്ന്. അതിന് മാഡം എന്താ പറഞ്ഞു വരുന്നത്? ഇത്തവണ ഇത്തിരി ദേഷ്യത്തോടെ തന്നെ ഹരി ഗായത്രിയോട് ചോദിച്ചു. ഒരു കൊച്ചുള്ള പെണ്ണിനെ മാത്രം താൻ കെട്ടു മിസ്റ്റർ ഹരി? അതും ആരുടെ എന്ന് പോലും അറിയാത്തൊരു കൊച്ച്. പറഞ്ഞു തീർന്നതും കവള് പുകയുന്നത് ഗായത്രി അറിഞ്ഞു. അപ്പോൾ കണ്ടു ജ്വലിക്കുന്ന കണ്ണുകളോടെ പാർവണയെ. കുറെ ക്ഷമിച്ചു മാഡം, ഇനി വയ്യ. കോപത്തോടെ അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തെല്ലൊന്നൊതുങ്ങി ഭയത്താൽ ഗായത്രി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കാൻ പോലും മറന്ന് ആ പാവം പെണ്ണ് അവിടെ നിന്നും ഓടി മറഞ്ഞു. മെല്ലെ ഗായത്രിയും ചവിട്ടിത്തുള്ളിപ്പോയി. ഒന്നും മനസ്സിലാവാത്ത ഒരു പാവം അമ്മയെ മകൻ ചേർത്ത് പിടിക്കുമ്പോൾ ദൂരെ എല്ലാം കണ്ട് രണ്ട് കണ്ണുകൾ കണ്ണീർ വിയർക്കുന്നുണ്ടായിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.